എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. എനർജി പോരാം, വീണ്ടും സ്വാഗതം. ഓക്കെ, ഉണ്ടല്ലോ, ഞങ്ങളിപ്പോൾ ഉള്ളത് ശിവസാഗറാണ്. ഇന്നലെ താമസിച്ച അതേ റൂമിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പം ഇപ്പോൾ സമയം രാവിലെയല്ല, ഉച്ചയാണ്. നമ്മൾ ഇവിടുന്ന് നേരെ പോകാൻ പോകുന്നത്. എങ്ങോട്ടൊക്കെ പോകാൻ പോകുന്നത്? ഇപ്പോൾ നമ്മൾ കസിരംഗ പോകാൻ പോവാണ്. അവിടെ സ്റ്റേ അടിച്ചിട്ട് നമ്മൾ പറഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ ട്രിപ്പിൽ എനിക്ക് അസുഖം വന്നപ്പോൾ ഒരു വീട്ടിലായിരുന്നു. അവർ നമ്മൾ സ്വന്തം മോനെ പോലെ എന്നെ ഒരു 10-15 ദിവസത്തിന് മുകളിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ കാണാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഇവിടുത്തെ ഉത്സവം കൂടെ പിന്നെ മെയിൻ ആയിട്ട് ഇവിടുത്തെ ഉത്സവമുണ്ട്, ബിഹു ഫെസ്റ്റിവൽ. നമ്മുടെ നാട്ടിൽ 14-ാം തീയതി നമ്മൾ ആഘോഷിക്കുന്ന വിഷു ഇല്ലേ, അതുപോലെ തന്നെ ആസാമിൽ ഇവരുടെ സ്വന്തം ബിഹു ഉണ്ട് കേട്ടോ. ആ ഒരു ആഘോഷവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണണം. വില്ലേജിൽ പോകണം, വില്ലേജിലെ അവരുടെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കാണണം. ആരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഹു ഉണ്ട്, ബിഹു മിസ് ചെയ്തെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണണം. പിന്നെ ഞാൻ ഇവിടെ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഇത് നമ്മുടെ ബ്രോ ആണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതം കാര്യങ്ങളൊക്കെ? കൊള്ളാം ഉണ്ടല്ലോ. ഇതൊരു എന്താ പറയുക, പെട്രോകെമിക്കൽ കമ്പനിയാണ്. അതായത് ഞാനുണ്ടല്ലോ ആദ്യമേ വിചാരിച്ചത് ഈ നാച്ചുറൽ ഗ്യാസിന് വെറുതെ വണ്ടിക്കടിക്കാൻ വേണ്ടി മാത്രമുള്ള ഇത് ഗ്യാസ് ഉണ്ടാക്കുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ല. അതിൻ്റെ അകത്തുനിന്ന് ഇവിടെ മെയിനായിട്ട് എന്താ ഉണ്ടാക്കുന്നത്? ഇവിടെ ഞങ്ങൾ ഗ്യാസ് ട്രാൻസ്ഫർ ചെയ്യുന്നു മെയിൻ പ്ലാന്റിലോട്ട്. ആ മെയിൻ പ്ലാന്റിൽ നിന്ന് ബാക്കിയുള്ള പ്രോസസ്സിങ്, അതായത് ഗ്യാസ് ക്രാക്ക് ചെയ്തിട്ട് പിന്നെ അതിൽ നിന്ന് പ്ലാസ്റ്റിക്കിൻ്റെ മറ്റേ പെല്ലറ്റ്സ് ഉണ്ടാക്കും. പ്ലാസ്റ്റിക്, അതായത് നമ്മുടെ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നത് ഗ്യാസിൽ നിന്നാണ്. അതിൽ നിന്ന് പിന്നെ അഡിറ്റീവ്സ് ചെയ്തിട്ടാണ് മെയിൻ പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ. അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും അതൊരു പുതിയ അറിവായിരുന്നു കേട്ടോ എന്നെ സംബന്ധിച്ച്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇതിപ്പോൾ ഇവരുടെ ഗസ്റ്റ് ഹൗസ് ആണ്, ഇത് കമ്പനിയുടെ ഗസ്റ്റ് ഹൗസ് കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബൈ പറഞ്ഞ് പോവാണ്. പിന്നെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു, വിഷ്ണു ബ്രോ ആണ് അഭിബ്രോൻ്റെ ഫ്രണ്ട്. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത് കേട്ടോ. എന്നാൽ താങ്ക് യു സോ മച്ച്. വിഷ്ണു ബ്രോ നാട്ടിൽ പോയതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. അയ്യോ, കാണുന്നില്ല എൻ്റെ അമ്മ. ലൈറ്റിൻ്റെ പ്രശ്നം. എന്തായാലും ശരി, താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇവിടെ ഉണ്ടല്ലോ വേറെ ഒരാളെ പരിചയപ്പെടുത്തി തരാവേ. ഈ ഭയ്യാണ് ഇന്നലെയൊക്കെ ഞങ്ങൾക്ക് ഫുഡെല്ലാം ഉണ്ടാക്കി തന്നെ കേട്ടോ. അപ്പം നാം ക്യാ ഓക്കെ, ഹാപ്പി ബിഹു അഡ്വാൻസ്. ഓക്കെ, ഭയ്യയുടെ വീട്ടിലേക്ക് ഭയ്യ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ബിഹുവിന് സ്പെഷ്യൽ എന്ന ലീവ് കിട്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നില്ല, അത് തിരിച്ച് നമ്മൾ വന്ന റൂട്ടിലേക്ക് തിരിച്ച് പോകണം. ഭയ്യ അപ്പം നാം ക്യാ ഓക്കെ, ഇവരിവിടുത്തെ എന്താ പറയുക ഫുഡും കാര്യങ്ങളൊക്കെ ഇവരാണ് ഉണ്ടാക്കി തരുന്നത്. ഹാപ്പി ബിഹു. നമ്മളുണ്ടല്ലോ ഇവരുടെ ഗസ്റ്റ് ഹൗസിൽ നിന്നും നേരെ പുറത്ത് കിടക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഓടി കാസിരംഗ എത്തണം. കാസിരംഗ ഇവിടുന്ന് 4 മണിക്കൂറും 26 മിനിറ്റുമാണ് കാണിക്കുന്നത്. 159 കിലോമീറ്റർ. 6:42 ആകുമ്പോഴേ നമ്മൾ എത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. കാസിരംഗയുടെ എപ്പിസോഡുകൾ നിങ്ങൾ ചാനലിൽ പ്രീവിയസ് എപ്പിസോഡ് വീഡിയോസ് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ കാസിരംഗയുടെ വിഷ്വൽസ് കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്യില്ല, കാരണം റിപ്പീറ്റേഷനായി. ഇപ്പം നമ്മുടെ അഭിപ്രായയുടെ ചാനലുണ്ടാവും. അപ്പം അവിടേക്കുള്ള ഗ്രാമങ്ങളും അതിൻ്റെ ഉള്ളേരിയയുടെ കാഴ്ചകളൊക്കെ നമുക്ക് മാക്സിമം കണ്ടെത്തണം കേട്ടോ. പിന്നെ ഉണ്ട് ഇതുണ്ട് നിങ്ങളിവിടെ, ഇതൊരു റെയിൽവേ ക്രോസ് ആണ്. ഇവിടെ ഗേറ്റും ഇല്ല, ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നോക്കുക. ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നോക്കുന്ന പോലെ ട്രെയിൻ വരുന്നില്ലെങ്കിൽ കടന്നു പോവുക, സിമ്പിൾ. നമുക്കുണ്ടല്ലോ ആദ്യം തന്നെ പ്രഭാകരൻ എന്തെങ്കിലും തിന്നാൻ കൊടുക്കാം. ഓൾറെഡി 3-5 കട്ടയുണ്ട്, എന്നാലും സാരമില്ല, ഫുൾ ടാങ്ക് കൊടുക്കാം നമുക്ക്. ഇവിടെ വന്നിട്ട് പെട്രോളിൻ്റെ റേറ്റ് 87 രൂപയാണ്. മാർച്ച് 27-ന് ഇവിടെ ഇലക്ഷൻ ആയിരുന്നേ. അപ്പോൾ നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇവിടെ CPIM കോൺഗ്രസ് ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു കാഴ്ചയും കൊടിയുടെ കാഴ്ചയൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. അപ്പം ആ ഒരു ഇലക്ഷൻ പ്രമാണിച്ച് ഇവിടെ BJP ഗവൺമെൻറ്റാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അവർ 5 രൂപ പെട്രോളിന് ഒറ്റയടിക്ക് ഡിസ്കൗണ്ട് കൊടുത്തു കേട്ടോ. നോക്കി രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഓരോരോ ചെയ്യുന്നത്. ശരിക്കും ജനങ്ങൾ മണ്ടന്മാരാണ് എന്നുള്ളത് കൊണ്ടല്ലേ ഇലക്ഷന് തൊട്ട് മുമ്പ് 5 രൂപ കുറച്ച് കൊടുക്കുന്നു, അതിനുശേഷം ഇലക്ഷൻ കഴിഞ്ഞ പാടെ റേറ്റ് വീണ്ടും കൂട്ടാൻ നോക്കുന്നു. എന്തൊക്കെയല്ലേ, എന്താ പറയുക. ഗുഡ് മോർണിംഗ്. നമ്മളങ്ങനെ ഇപ്പോൾ ഉള്ളത് കാസിരംഗയിലാണ്. നമ്മുടെ പ്രഭാകരൻ എല്ലാം റെഡി ആയിട്ടുണ്ട്, ലോഡൊക്കെ ചെയ്തു. അഭിപ്രായം സെറ്റല്ലേ?
അപ്പം കാസിരംഗയിൽ നമ്മൾ ഇന്നലെ രാത്രി എത്തി, കുറേ ലേറ്റായിട്ടാണ് എത്തിയത്. അവസാനം എന്താ പറയുക, ആന സഫാരിക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കാനൊക്കെയുള്ള ഓട്ടത്തിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. ഐബ്രോ ആനയുടെ സഫാരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷം ഞങ്ങൾ ലോഡ് ചെയ്ത് ഇനിയിപ്പോൾ നേരെ പോകുന്നത് മച്ച്പേട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് നമ്മുടെ ബിഹു ആഘോഷിക്കണ്ടേ, അപ്പോൾ നമുക്ക് ഓൺ ദ വേയിൽ ബാക്കി വിശേഷങ്ങൾ പറയാം. നേരെ വിടാം. ഈ കാസിരംഗയും ഇതിൻ്റെ പരിസര പ്രദേശ ഭാഗങ്ങളുണ്ടല്ലോ, നല്ല പച്ചപ്പൊക്കെയുള്ള ഒരു കാടിൻ്റെ ഉൾഭാഗമാണ്. അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു ഏരിയ. നമ്മളൊരു വയനാടൊക്കെ കയറിയ ഒരു ഫീലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നുണ്ടല്ലോ ശരിക്കും നോർത്ത് ഈസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആസാമിൻ്റെ പടിഞ്ഞാറ് സൈഡിലേക്ക് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുവാണ്. അന്നേരം ഇപ്പം ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതിന് സൂര്യാസ്തമയത്തിൻ്റെ ആ ഒരു ലേറ്റായി വരും. ഇത്രയും നേരം നമുക്ക് സൂര്യൻ നേരത്തെ അസ്തമിക്കുമെങ്കിൽ അതിങ്ങനെ കുറഞ്ഞ് വരും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടിൻ്റെ കാര്യത്തിൽ ചൂട് കൂടി വരുന്നുണ്ട്. പോകുന്ന വഴിയിലല്ല ഒരുപാട് തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്താ അത്, ഇവിടെ എന്തോ സമരം എന്തോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. ഒരുപാട് പോലീസൊക്കെ വന്നിട്ടുണ്ട്. സമരം തന്നെയാണ് അതേലോ, തോക്കൊക്കെ കൊണ്ടോ കേട്ടോ. ഓ മൈ ഗോഷ്, സമരമല്ല കേട്ടോ, എല്ലാവരും കൊട്ടയും മറ്റു സാധനങ്ങളൊക്കെ കൊണ്ടാ അല്ലേ. എന്തോ സംഭവം ഉണ്ടല്ലോ. ചോദിച്ചു നോക്കാലോ. वो क्या है भैया, वो क्या है? हाँ 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 सेलिब्रेशन है. ഓക്കെ, പെർമിഷൻ ആയിേ. ഓക്കെ, നാഷണൽ പാർക്കിൻ്റെ ഭാഗമായിട്ടുള്ള വെള്ളക്കെട്ടാണ്. അപ്പം ഇവർ ബിഹുവിൻ്റെ ഭാഗമായിട്ട് ഇവർ എല്ലാ പ്രാവശ്യവും അവിടെ പോയി മീനൊക്കെ പിടിക്കും. ഒരുപാട് ആളുകൾ വരും. പക്ഷേ ഈ പ്രാവശ്യം അവർക്ക് മീൻ പിടിക്കാനുള്ള പെർമിഷൻ കൊടുത്തില്ല. അപ്പോൾ ആളുകളൊക്കെ തടിച്ചുകൂടി, ഗ്രാമത്തിലുള്ളവരൊക്കെ. അപ്പോൾ പോലീസൊക്കെ അവർ ഒഴിപ്പിക്കാനൊക്കെ വേണ്ടി വന്നതാണ്. അവർ മീൻ പിടിക്കുന്നതായിരുന്നെങ്കിൽ നമുക്കും നല്ലൊരു കാഴ്ച കിട്ടിയേനെ. ഒരുമിച്ച് പോയി അവരുടെ കൂടെ മീനൊക്കെ പിടിക്കായിരുന്നു. ഇപ്പോൾ പിടിക്കാൻ പോയാൽ പോലീസിൻ്റെ തല്ല് കൂടെ കിട്ടും. നമുക്ക് മുമ്പോട്ട് പോവാം. ബിഹുവിൻ്റെ വേറെ കാഴ്ചകൾ നമുക്ക് വേണ്ടി എവിടെയോ വെയിറ്റ് ചെയ്യുന്നുണ്ടത്. നമ്മളിപ്പോൾ കാസിരംഗ റൂട്ടിൽ നിന്നും റൈറ്റ് കയറി തേസ്പൂരേക്കുള്ള വഴി പോകുവാണ്. ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിലോട്ട് വരാൻ പോകുന്നത് ബ്രഹ്മപുത്ര നദിയാണ് കേട്ടോ. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ഒരു പാലമെല്ലാം ഉണ്ട്. ഇതാ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് പുതിയ പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്, വലിയ പാലം കേട്ടോ. ഈ പാലത്തിൻ്റെ മേലെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്രോസ് വിൻഡ് ഉണ്ട്. അതായത് ഈ ഫ്രണ്ടിൽ നിന്ന് കാറ്റടിക്കുന്നതിന് പകരം സൈഡിൽ നിന്നും കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ ആ ഒരു ബോഗിവീൽ ബ്രിഡ്ജിൻ്റെ ആ ഭാഗമൊക്കെ ഇല്ല, അതല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് മൊത്തം കവർ ചെയ്തിട്ടാണുള്ളത്, അതുപോലുള്ള കാറ്റ് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മുംബൈയിലൊരു എന്താ പറയുക, ഒരു വലിയൊരു തൂക്കുപാലം പോലെ പുതിയതായിട്ട് വന്നിട്ടില്ല. അതിൻ്റെ മേലെ ബൈക്കുകാർക്ക് അലോവ്ഡ് അല്ല. അതിന് കാരണം അവർ പറയുന്നത് ഈ ക്രോസ് വിൻഡിൻ്റെ റീസണാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗോവയിൽ ആ വലിയ പാലമില്ല, ഞാനും രാൽമച്ചാനും കൂടി കയറി അവസാനം പോലീസൊക്കെ പിടിച്ച് ഞങ്ങൾ അബദ്ധത്തിൽ കയറിപ്പോയതാണ്, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവിടെയും കയറാതിരിക്കാൻ കാരണം പറയുന്നത് ഈ ക്രോസ് വിൻഡിൻ്റെ തന്നെയാണ് കേട്ടോ. ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഈ ഒരു ധാബ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാനല്ല അഷ്റഫ് ഖാനെ ആദ്യമായിട്ട് കണ്ട ദിവസം ഇവിടെ വന്നിട്ടാണ് കേട്ടോ ചായ കുടിച്ച്. കറക്റ്റ് ആ വഴി തന്നെ വീണ്ടും ഒരു മാസത്തെ ഗ്യാപ്പിനുള്ളിൽ വീണ്ടും അതേ വഴിക്ക് തന്നെ തിരിച്ചു വന്നു. ഇപ്പം ഐബ്രോൻ്റെ കൂടെ. ഇനിയും ചിലപ്പോൾ ഇതുവഴി വീണ്ടും വരും, ആരുടെയെങ്കിലൊക്കെ കൂടെ കേട്ടോ. ഒന്നും പറയാൻ പറ്റില്ല. അന്ന് ഞാൻ ഇതുവഴി വരുന്ന സമയത്ത് എനിക്ക് എന്താ പറയുക, ഒരു ദിവസം കിട്ടിക്കൊണ്ടിരുന്ന വ്യൂ എന്ന് പറയുന്നത് 300, 400, 500 ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം ആ ഒരു 3 ആഴ്ചത്തെ ഗ്യാപ്പിന് ശേഷം ഇപ്പം അത് 10,000-ലേക്ക് മാറി കേട്ടോ. ഒരുപാട് സന്തോഷം. എന്താ പറയുക, ഒന്നും എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ. കുറച്ചത്തെ ഇപ്പം ഞങ്ങൾ കുറച്ച് തണ്ണിമത്തം കണ്ട റോഡ് സൈഡിൽ മുഴുവൻ. അന്നേരം ഇപ്പോൾ ഒരു കടയിൽ കയറിയിട്ട് വാങ്ങിയത്. അപ്പോൾ നമ്മൾ തന്നെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിപ്പോൾ ഒരു 1.5 കിലോൻ്റെ ഉണ്ടേ. ഉച്ചയ്ക്കത്തെ ഫുഡ് നോക്കി ഇതാക്കുന്നു. നമുക്കുണ്ടല്ലോ ഇതാ ഓൺ ദ വേ ടു നമ്മുടെ റൂട്ടിലേക്കാണ്. അപ്പോൾ ഇവിടെ ഒരു അമ്മച്ചിയുടെ കട കണ്ടു. ആണോ? ഞാൻ അമ്മച്ചീനെ കണ്ടിട്ട് കയറിയതാ. എന്നാലും നമുക്ക് ചായക്കട, അതെ അമ്മച്ചീൻ്റെ കടയാണ് കേട്ടോ. ചായ കുടിക്കാമല്ലോ.
നല്ല ചൂടാണ്. ഈ കോട്ടൊന്നും ഇട്ടിട്ട് നിൽക്കലൊന്നും നടക്കൂല. നമുക്ക് മഞ്ഞിലോട്ട് പോയാലോ എന്നാൽ. ഇവിടെ ഉണ്ടല്ലോ നല്ല ഇഷ്ടം പോലെ ഇവിടുത്തെ ആസാം സ്പെഷ്യൽ പലഹാരങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് കേട്ടോ. ഇതുണ്ട്, ഇതെല്ലാം മധുരമുള്ളതാണ്. ഇത് വടയാണ്, തളവട ഉണ്ട് നിങ്ങൾ, മധുരമുള്ള തളവട. ഇത് നമ്മുടെ കാജ പോലത്തെ സാധനം. ഇത് മധുരമുള്ള സമൂസ. ലഡു ഉണ്ട്, പിന്നെ ചുരുണ്ട് കിടക്കുന്ന സാധനമുണ്ട്, പിന്നെ നമ്മുടെ ഗുലാബ് ജാം, വെള്ള കളർ ഗുലാബ് ജാമേ. കൊള്ളാം, ട്രഡീഷൻ. ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു വളരെ മോശമായൊരു അനുഭവം ഈ ഒരു ഭാഗത്തുനിന്നുണ്ടായി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണുന്നില്ലേ, ഒരു പുള്ളിക്കാരൻ ഈ കടയിലോട്ട് വന്നത്. കടയിലുള്ള ഓണറല്ല പക്ഷെ പറഞ്ഞത്, അതിൻ്റെ അവിടെ ഇരിക്കുന്ന കുറച്ച് പേരാണ് പറഞ്ഞത്. അതായത് ഇതൊരു ഹിന്ദു ഉടമയുടെ കടയാണ്. അതായത് ഒരു മുസ്ലിം മതവിശ്വാസിയായിട്ടുള്ള ഒരു പ്രായമായ ഒരാളായിരുന്നു വന്നത്. അവരോട് ഇവിടെയുള്ളൊരു അവിടെ ഇരുന്നവരെ, എനിക്ക് മദ്യപിച്ചിട്ടുണ്ടോ അവരൊന്നും അറിയില്ല, എന്നാലും അതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. അവർ പറഞ്ഞത് ഇതൊരു ഹിന്ദു മാലിക്കിൻ്റെ കടയാണ്, അതുകൊണ്ട് നിങ്ങൾ പുറത്തു പോകാൻ. നോക്കി നിങ്ങൾ അവസ്ഥയെ, ഭയങ്കര മോശമാണ്, ഭയങ്കര മോശം. എനിക്ക് തന്നെ എന്തോ പോലെയായിപ്പോയി. ഓരോരോ ഭരണകൂടങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങളുടെയൊക്കെ പ്രതിഫലനം ആ നാട്ടുകാരിലും ഉണ്ടാവും. പതുക്കെ പതുക്കെ ആ നാട്ടുകാരിൽ അത് വല്ലാത്ത രീതിയിൽ, അപകടമായ രീതിയിൽ ഉള്ളോട്ട് വരും. ഇതൊക്കെ പറയണം. ഹായ് ഹായ് ഹായ്. ഇവിടെയുള്ള എല്ലാവരും നമ്മൾ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞ പാടെ ചുറ്റും കൂടിയതാണ് കാണാൻ വേണ്ടിയിട്ടും. ഒരുപാട് ഈ ചേട്ടനൊക്കെ കണ്ണൂരെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ മേന ഈ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് കേരളത്തിലുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ജ്യാദാ ആദ്മിയെ ഓക്കെ അച്ഛായേ. പോവാ, ബൈ 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 ബൈ, താങ്ക് യു. അയ്യോ, വലിയ ലോറി. നമ്മൾ മെയിൻ ഹൈവേ നിന്ന് വലത്തോട്ട് കയറുവാണ്. മസ്ബത്ത് എന്നാണ് ഇന്നത്തെ നമ്മുടെ സ്ഥലത്തിൻ്റെ ലക്ഷ്യസ്ഥാനം. ഈ റോഡ് നേരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെങ്കാവാലിയൊക്കെ എത്തും കേട്ടോ. തെങ്കാവാലി, ഷെർഗോൺ, കൊൽക്കത്ത. തെങ്കാവാലി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഇവിടെ എവിടെയായിരുന്നു? തവാങ്. നമ്മൾ തവാങ് പോകുന്ന സമയത്ത് തെങ്കാവാലിയിൽ ഒരു ദിവസം താമസിച്ചായിരുന്നു അഷ്റഫ് ഖാൻ്റെ ഒക്കെ കൂടെ. പൊതുവേ ഉണ്ടല്ലോ ആസാമിലുള്ള ആളുകളെല്ലാവരും ഭയങ്കര സ്നേഹമുള്ളവരാണ്, നിഷ്കളങ്കരായ ആളുകളാണ്. അവരുടെ കൂട്ടത്തിൽ ചില ആളുകൾ ഇതുപോലുള്ളവരുണ്ട് കേട്ടോ. നമ്മൾ വീണ്ടും ടീ എസ്റ്റേറ്റുകളൊക്കെയുള്ള ഒരു ഗ്രാമീണമായ മേഖലയിലോട്ട് കടന്ന് മസ്ബത്തിലേക്ക് ഇനിയും 9.1 കിലോമീറ്റർ ദൂരമുണ്ട്. എന്താ അത്? മരിച്ചത് സെമിത്തേരി. അവിടെ ഒരു സെമിത്തേരി കണ്ടിയാണ്, നല്ല കളർഫുള്ളായിട്ട് അലങ്കരിച്ചേക്കുന്നത് സെമിത്തേരി. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം ആസാമിൻ്റെ നിഷ്കളങ്കമായ ഗ്രാമീണതകൾ നമ്മുടെ മുമ്പിലേക്ക് വരും എന്ന പ്രതീക്ഷയാണ് കേട്ടോ. നോക്കി നിങ്ങൾ ഈ ഒരു സൈഡെല്ലാം എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചു ബിഹു സ്പെഷ്യലായിട്ട് കുറച്ച് ചന്തകളൊക്കെ നമുക്ക് ഓൺ ദ വേയിൽ കാണാൻ പറ്റുന്നേ. നോക്കുമ്പോൾ ഇവിടെ എപ്പോഴും ചന്തയാണ്. ബിഹു സ്പെഷ്യൽ എന്നല്ല, എല്ലാ ദിവസവും അവർക്ക് ചന്തയുടെ കാര്യത്തിൽ സ്പെഷ്യലാണ്. അതുകൊണ്ട് ചന്ത ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങെത്തി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ചന്ത കിട്ടുവാണ്, ഞാൻ ചന്ത ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. ബിഹു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ എന്തെങ്കിലും സാധനങ്ങളോ വല്ലതും വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാമല്ലോ. അങ്ങനെ നമ്മൾ ഓടി ഓടി ലാൽപാനി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്തിലേക്ക് എത്തിയേ. എവിടെയാണ് കേട്ടോ, ഇവിടെയാണോ? അറിയാവോ? ഇതാണ് ദീദി. തിരിച്ചറിഞ്ഞു, പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞ്. ഐബ്രോ ഇവിടെ ഉണ്ടായിരുന്നു, ഒരു ഏകദേശം 1 മാസത്തിനടുപ്പിച്ച് ഇവിടെ ഉണ്ടായിരുന്നേ, ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. രീതിയിൽ സന്തോഷം നോക്കി.
ഇതാണ് കേട്ടോ ഷോപ്പ്. നാം പാട് വയ്ക്കുക ജയ് കിസാൻ. ജയ് കിസാൻ. ഓക്കെ, അവിടെ പഴയ വ്ളോഗിൽ ഒരുപാടുള്ളതാണ് കേട്ടോ ഭയ്യ ഇത് ഭയ്യയുടെ ഇത് ദീദിയാണ്. ദീദി ആപ്കാ നാം? പൂനം. ഓക്കെ, ഇവർ ചേട്ടനും അനിയത്തിയാണ് കേട്ടോ. ഇത് ഇവർ നടത്തുന്ന ഇവരുടെ ഷോപ്പാണ്, ഹോട്ടലാണ്. ഒരു പ്യുവർ എന്താ പറയുക ഗ്രാമമാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡോ ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇതിൻ്റെ ചുറ്റും വന്നിട്ട് നമ്മുടെ തേയിലത്തോട്ടങ്ങളാണ്. നമ്മൾ വരുന്ന വഴിക്കൊക്കെ കണ്ടില്ലേ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കുറച്ചും കൂടി പോയിട്ടുണ്ടെങ്കിൽ ഭൂട്ടാൻ്റെ ബോർഡറാണ്. പിന്നെ കുറച്ചുകൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരുണാചലിൻ്റെ ബോർഡറാണ്. അങ്ങനെ 3 ഭാഗങ്ങളും എല്ലാം ഒരു രാജ്യവും 2 സംസ്ഥാനവും ഒക്കെ അതിർത്തി പങ്കിടുന്ന ഈ ഒരു ഭാഗത്താണ്. നമുക്ക് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. വന്ന പാടെ തന്നെ ഭയ്യൻ്റെ കൂടെ നമുക്ക് ഇവിടുത്തെ മാർക്കറ്റ് കാണാൻ വേണ്ടി ഇറങ്ങാം. ഇതൊരു ഗ്രാമത്തിൽ ചെറിയ ഗ്രാമമല്ല, ഒരു കുട്ടി ഗ്രാമം, നിഷ്കളങ്കമായ ആളുകൾ. വലിയ ഇതൊക്കെ കിട്ടും, റൈസ് ബിയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമോ? അതിന്റെ മാത്രമായിട്ടൊരു പ്രത്യേക സ്ഥലം തന്നെ ഉണ്ടായിരുന്നു. ഇത് കേട്ടോ നമ്മുടെ ചെറിയ മാർക്കറ്റ് ഏരിയയാണ്. നാളെ ബിഹു അല്ലേ, അപ്പോൾ ബിഹുവിൻ്റെതായ എല്ലാ ദിവസം ഇങ്ങനെ തന്നെയാണ് മാർക്കറ്റ്. എല്ലാ ദിവസവും ഇങ്ങനെയാണ് മാർക്കറ്റ്. മെയിൻ മാർക്കറ്റ് ഭയ്യ മെയിൻ മാർക്കറ്റ് कौन सा दिन में? मंडे. ഓക്കെ, അന്ന് വലിയ മാർക്കറ്റാണ്. ആണോ? തിങ്കളാഴ്ച ഇവിടെ വരുന്ന വഴിക്ക് ഒരു മുളയൊക്കെ വെച്ചിട്ട് ഒരു സംഭവം കണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഓൾറെഡി കണ്ടിട്ടില്ലേ നോർത്ത് ഈസ്റ്റ് സൈഡിലെല്ലാം ഓരോ ആഴ്ചകൾ, തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച അങ്ങനെ എന്താ പറയുക ചെറിയ ചെറിയ മാർക്കറ്റ് ഏരിയകൾ അതുപോലെയാണ്. ഇത് പച്ചക്കറിയാണ്, സാധാരണ ഇന്ത്യൻ മാർക്കറ്റ് പോലെ തന്നെ ഇവിടെയും പെണ്ണുങ്ങൾ തന്നെയാണ് കേട്ടോ ഏറ്റവും കൂടുതലായിട്ട് മാർക്കറ്റിലുള്ളത്. അവിടെ അടക്കയെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ എല്ലാം വിശദമായ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്കറ്റിൽ കൂടി നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. നാളെ ബിഹുവിൻ്റെ ആ ഒരു സെലിബ്രേഷൻ്റെ കാര്യമായിട്ട് ഓൾറെഡി കച്ചവടമൊക്കെ ഓൾമോസ്റ്റ് തീർന്നു. സൂര്യനൊക്കെ അസ്തമിക്കാൻ തുടങ്ങിയ നമ്മൾ ആ റോഡിൽ നിന്ന് കുറച്ചിങ്ങോട്ടേക്ക് കയറിയപ്പോൾ തന്നെ പ്യുവർ ഗ്രാമങ്ങളുടെ കാഴ്ചകളാണ്. ഇനി അങ്ങോട്ട് നമ്മുടെ സ്വർഗം തുടങ്ങുകയാണ്. ആസാമിൻ്റെ പ്യുവർ ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് ഇനി മുതൽ അങ്ങോട്ടേക്ക് കാണാം കേട്ടോ. അപ്പം ഇന്നത്തെ ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇനി ആസാമിൻ്റെ ഇവിടെയുള്ള ഗ്രാമങ്ങളുടെ കാഴ്ചയും ബോർഡറിൻ്റെ കാഴ്ചയും പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഇവരുടെ ബിഹു ഉത്സവമാണ്. ബിഹു ഉത്സവത്തിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. ഓക്കെ എന്നാ ഭയ്യ, ബൈ. ഓക്കെ, അത് അങ്ങ് അവിടെ ആയിട്ടുണ്ടല്ലോ നാളത്തേക്ക് വേണ്ട ഫെസ്റ്റിവലിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും പന്തലും ഒക്കെ ഒരുങ്ങുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്.